യോഗി ആദിത്യനാഥ് വീണ്ടും മതപരിവർത്തന റാക്കറ്റുകളോട് കൊമ്പ് കോർക്കുകയാണ്. എങ്ങനെ കൊമ്പ് കോർക്കാതെ ഇരിക്കും? നോക്കൂ, 5 ജിമ്മുകളാണ് ഈ പഹയന്മാർ ഈ മതപരിവർത്തനത്തിന് വേണ്ടി നടത്തിയിരുന്നത്. ഇതറിയാതെ ആ ജിമ്മിൽ പോകുന്ന സ്ത്രീകളെ അവർ വശീകരിക്കുന്നു. അങ്ങനെ 50ഓളം സ്ത്രീകളെയാണ് ഇവർ വശീകരണത്തിൽ പെടുത്തിക്കൊണ്ട് മതപരിവർത്തനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചത്. ഇതിൽ 2 ഹിന്ദു സ്ത്രീകൾ ഇതിൽ പരാതിപ്പെടുന്നു. ഈ പരാതിപ്പെട്ടതോടുകൂടിയാണ് ഈ വിഷയമാകെ മാറിത്തിരിയുന്നത്. യോഗി കനത്ത നടപടികളിലേക്ക് കടക്കുന്നു. നമുക്കറിയാം, UP യോഗിയുടെ സ്വന്തമാണ്. UPയിൽ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവന്മാരൊക്കെ നേരെ ചൊവ്വേ നടന്നു പോകുന്നതൊന്നും നമ്മൾ കാണാറില്ല. നമുക്കത് കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. അവന്മാർ നേരെ ചൊവ്വേ നടക്കണ്ടെന്നേ. എന്തിനാണ് ഈ പരിപാടിക്ക് പോകുന്നത്? 50ഓളം സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ട് 5 ജിമ്മുകൾ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യത്തുടനീളം എത്രത്തോളം സ്ഥാപനങ്ങൾ ഇതിൻ്റെ എല്ലാം പേരിൽ മറവിൽ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടത്തുന്നുണ്ടാകും? ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടെ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന മസാജ് സെന്ററുകളെ ഉദ്ദേശിച്ച് മാത്രമല്ല. ഇതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. പേര് ജിമ്മായിരിക്കാം, ആയുർവേദ സെന്റർ ആയിരിക്കാം, അങ്ങനെ രോഗി പരിചരണമായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാകും. ഇതിനു വേണ്ടിയെല്ലാം സമീപിക്കുന്നവരെ വളരെ തന്ത്രപൂർവം നമ്പറുകൾ വാങ്ങുന്നു, അവരുമായി പ്രണയത്തിൽ ഏർപ്പെടുന്നു. ഈ പ്രണയം എന്ന് പറയുന്നത് തലക്ക് പിടിക്കുന്ന ഒരു ലഹരിയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ വളരെ രസമാണ്. പക്ഷേ നമ്മൾ പ്രണയിക്കുന്നത് ആരെയാണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം ഇന്നത്തെ തലമുറയ്ക്ക് കൂടി ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം പണ്ടത്തെ കാലമൊന്നുമല്ല, നമുക്ക് വിരൽ തുമ്പിൽ എല്ലാ വിവരങ്ങളും കിട്ടുന്നുണ്ടല്ലോ. ഒരു ദിവസം നമ്മുടെ കൈകളിലൂടെ, നമ്മുടെ കണ്ണുകളിലൂടെ, നമ്മുടെ മനസ്സിലൂടെ, തലച്ചോറിലൂടെ കയറി ഇറങ്ങി പോകുന്നത് എത്ര മതപരിവർത്തന വാർത്തകളാണ്, എത്ര ബലാത്സംഗ വാർത്തകളാണ്, എത്രത്തോളം കാമുകന്മാർ കാമുകിമാരെ ചതിച്ച വാർത്തകളാണ്, കൊലപ്പെടുത്തിയ വാർത്തകളാണ്. തിരിച്ചും ഇതെല്ലാം സംഭവിക്കുകയാണ്. നമ്മൾ തിരിച്ച് ഇതിലേക്ക് തന്നെ വരുമ്പോൾ, ഉത്തർപ്രദേശിലെ മിർസാപൂർ ജില്ലയിൽ 5 ജിമ്മുകളിൽ പ്രവർത്തിക്കുന്ന സെക്സ് മതപരിവർത്തന റാക്കറ്റ് കൂടിയാണ് എന്നുള്ളതാണ്. ഇതിന് ഒരു കോൺസ്റ്റബിളിന്റെ സഹായം കൂടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആഴം എന്ന് പറയുന്നത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ജിഹാദി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ കയറിക്കൂടുന്നു. ആ കയറിക്കൂടിയവർ അവസാനം ഇതിൽ ഏറ്റുമുട്ടലിലൂടെ പോലീസുകാർ ഈ കോൺസ്റ്റബിളിനെ ഉൾപ്പെടെ പിടിയിലാകുമ്പോഴാണ് നമ്മുടെ ഒരു അന്താളിപ്പ് അല്ലെങ്കിൽ ഒരു പരിഭ്രമം. ദൈവമേ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ കയറിക്കൂടുകയാണല്ലോ ഇവന്മാരൊക്കെ പതുങ്ങിയിരുന്ന ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഭയം ഒരു പക്ഷേ നമ്മുടെ മനസ്സുകളിലൊക്കെ ഓടിയെത്താം. ഇയാളുടെ പേര് ഇർഷാദ് ഖാൻ എന്നാണ്. ഈ ഇർഷാദ് ഖാൻ എന്ന് പറയുന്നവൻ വളരെയധികം ഒരു സാമ്രാജ്യം തന്നെ ഈ ഒരു മതപരിവർത്തന റാക്കറ്റിലൂടെ പടുത്തുയർത്തി എന്നുള്ളതാണ് വാർത്തകളിൽ പറയുന്നത്. അയൺ ഫയർ, KGN 2.0 അങ്ങനെ ജിമ്മുകൾ, ആ 2 പേരിലാണ് ഇയാൾ ഈ ജിഹാദി മതപരിവർത്തന റാക്കറ്റ് ജിമ്മിന്റെ മറവിൽ നടത്തിക്കൊണ്ടിരുന്ന മതപരിവർത്തന റാക്കറ്റിന്റെ പേരാണിത്. ഇയാളുടെ കൂടെ, ഈ കോൺസ്റ്റബിളിന്റെ കൂടെ കൂട്ടാളിയായിട്ട് ഫരീദ് അഹമ്മദും ഉണ്ട്. ഇവർ ചേർന്നുകൊണ്ട് 50ഓളം പെൺകുട്ടികളെ വശീകരിക്കുന്നു. നേരത്തെ മുഹമ്മദ് ഷെയ്ഖ് അലി ആലം, ഫൈസൽ ഖാൻ എന്നീ 2 പ്രതികളെ മിർസാപൂർ, കോട്ട്വാലി അവിടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന സംഘങ്ങൾ ഒരു വലിയ സംഘമാണ്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് പോലും ആയിരിക്കില്ല ഈ സംഘങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. മതപരിവർത്തന റാക്കറ്റുകളുമായി ബന്ധപ്പെട്ട പോലീസ് കർശനമായ നടപടികളിലൊക്കെ പോകുമ്പോൾ വലിയ രീതിയിലുള്ള സംഘമാണ് ഉണ്ടാകുന്നത്. അവർ സമ്പാദിച്ചിട്ടുണ്ടാകുന്നത് വലിയ കോടിക്കണക്കിന് രൂപകളാണ്. ഈ ജിമ്മൊക്കെ പ്രവർത്തിക്കാൻ ഇവർക്ക് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുന്നത്? അന്വേഷണ വിധേയമാക്കണ്ടേ? ഇതിപ്പോൾ ഉത്തർപ്രദേശിൽ പിടിയിലായത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു കാര്യം പിടിയിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടി പിടിച്ചുകൊണ്ട് നിരത്തിലിറങ്ങും ആളുകൾ. അവര് സമാധാന പ്രക്രിയയിൽ ഏർപ്പെട്ടതാണ്. സമാധാനമാണ്. ഒരു
ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകാൻ പ്രണയിക്കുകയൊക്കെ വേണം. പക്ഷേ പ്രണയിക്കുന്നത് മതം മാറ്റാനാകരുത്. ഈ മതം മാറ്റാനാകുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മതത്തിന്റെ പേരിൽ പ്രണയം എങ്ങനെയാണ് ഇല്ലാതെയാകുന്നത്? മതത്തിന്റെ പേരിൽ പ്രണയം എങ്ങനെ ഇല്ലാതെയാകും? ഞാനൊരിക്കൽ ബസ്സിൽ സഞ്ചരിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആളോട് ഇപ്പുറത്ത് ഇരിക്കുന്ന മറ്റൊരു ബസ്സിലെ കണ്ടക്ടറോ മറ്റോ ആണെന്ന് തോന്നുന്നു, അവരൊരു സംഘമായിട്ട് ഇരിക്കുന്നുണ്ട്. അവൻ പറയുകയാണ്, ഞാൻ പ്രണയത്തിലാണ്, എനിക്ക് അവളെ വിട്ടുപിരിയാൻ പറ്റില്ല. അപ്പോൾ തന്നെ അവൻ ചോദിക്കുകയാണ്, അവൾ ഏത് മതത്തിൽപ്പെട്ടതാണ്? പയ്യൻ പറയുകയാണ്, ഹിന്ദുവാണ്. അവൾ ദീന വിശ്വസിച്ച് വരുമെങ്കിൽ നിന്റെ പ്രണയം സത്യമാണ്. അതല്ലെങ്കിൽ നീ അത് ചെയ്യരുത്, നീ ആ പ്രവർത്തിക്ക് നിൽക്കരുത്. അവളെ എന്നെ വിശ്വസിച്ചതാണ്, ഞാൻ എങ്ങനെ ഇനി അവളോട് പറയും ഇക്കാര്യം? അത് പറയണം. അതാണ് ദീന വിശ്വസിച്ച് വരുമെങ്കിൽ മാത്രമാണ് പ്രണയം സത്യമാവുക എന്നുള്ളത്. പിന്നീട് ഞാൻ കാണുന്നത് മുഴുവൻ ഈ ഒരു സംഘം ഇരുന്നു കൊണ്ട് ഈ പയ്യനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതാണ്. അവൻ സ്വാഭാവികമായി ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും അവൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ അങ്ങനെ പറയാമല്ലേ എന്ന് ചോദിക്കുകയാണ്. അതായത് അതുവരെ നിസ്വാർത്ഥമായി പ്രണയിച്ചു കൊണ്ടിരുന്ന അവൻ്റെ മനസ്സിലേക്ക് മതത്തെ വലിച്ചിടുന്നു. മതത്തിൻ്റെ പേരിൽ അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാൻ പോകുന്നു. അപ്പോൾ ഈ പെൺകുട്ടി സമ്മതിക്കണം, അത് സമ്മതിപ്പിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നീട് അവിടെ നടന്നിട്ടുണ്ടാവുക എന്തായിരിക്കാം? അങ്ങനെ ഇവർക്ക് ദീന് വിശ്വസിക്കുന്നത് മാത്രമാണ് പ്രണയമെങ്കിൽ ഒരിക്കലും നിങ്ങൾ അന്യജാതിയിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയിക്കേണ്ട. അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് അവരുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. അങ്ങനെ ദീനിൽ വിശ്വസിച്ചാൽ മാത്രമാണ് പ്രണയം സത്യമാകുകയുള്ളൂ എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ഇനി അതിനു വേണ്ടി പൊങ്കാലയിടാനൊന്നും വരണ്ട. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യു.പിയിൽ നടക്കുന്നുണ്ട്. ഇത് യു.പിയിൽ മാത്രം നടക്കുന്ന സംഭവങ്ങളല്ല, ഇത് രാജ്യത്തുടനീളം നടക്കുന്നുണ്ട്. ഇതിനെതിരെ സംസാരിക്കുന്നവനെ സംഖ്യയാക്കി ചാപ്പ കുത്തിയത് കൊണ്ട് ഞങ്ങൾ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. സംഖ്യയാക്കുക എന്നുള്ളത് ഇത്തരം സംസാരങ്ങൾ അവസാനിപ്പിക്കാനുള്ള വഴിയല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ജിഹാദി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള അസ്വസ്ഥതയുളവാക്കുന്ന അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ പറയുന്ന റാക്കറ്റുമായി ബന്ധപ്പെട്ടുണ്ട് മുഖ്യ സൂത്രധാരനായിട്ടുള്ള അഷ്ഫാഖ് എന്ന് പറയുന്ന ലക്കി അലി ഖാൻ ഉണ്ട്. ഈ ലക്കി അലി ഖാനും സഹോദരൻ ഇമ്രാൻ ഖാനും രാജ്യം വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് ഇവരെ കുറിച്ച് വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ പോലീസ് നമുക്ക് പാരിതോഷികം നൽകും. ഈ പറയുന്ന കുറ്റാരോപിതരായിട്ടുള്ള മുസ്ലിമുകൾ നടത്തുന്ന ജിമ്മുകളിൽ പങ്കെടുത്തിട്ടുള്ള സ്ത്രീകൾ ഈ മതം നോക്കിയിട്ട് ജിമ്മിൽ പോകാൻ പറ്റില്ലല്ലോ, നല്ലൊരു ട്രെയിനറെ നോക്കിയിട്ടാണല്ലോ ജിമ്മിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ നടത്തുന്നതാണോ എന്ന് നോക്കിക്കൊണ്ട് നമുക്കൊരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടാൻ കഴിയില്ല, ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ വേണ്ടത് ജാഗ്രതയാണ്. എന്തായാലും യു.പിയിലായതുകൊണ്ട് യോഗി ആദിത്യനാഥ് കൃത്യമായ നടപടി എടുത്തു എന്ന് തന്നെ പറയാം. വലിയൊരു റാക്കറ്റാണ്. ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. പോലീസ് വലിയ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് വലിയ ഇത്തരത്തിലുള്ള ഒരു മതപരിവർത്തന റാക്കറ്റിനെ പൂട്ടിയത്. അതുപോലെ തന്നെ ആയിരിക്കാം ഇവരുടെയും വിധി എന്ന് നമുക്ക് കരുതാം.